തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സംവിധാനത്തിന്റെ പരീക്ഷണങ്ങൾ DRDO വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഒന്നിലധികം ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് തൊടുത്ത് പിനാക്ക റോക്കറ്റിന്റെ സംവിധാനത്തിന്റെ കൃത്യതയും സ്ഥിരതയും വിലയിരുത്തി. വിവിധ ഫീൽഡ് ഫയറിംഗ് റേഞ്ചുകളിൽ 3 ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷണം നടത്തിയത്. ട്വിൻ സർവീസ് പിനാക്ക ലോഞ്ചറുകളിൽ ഓരോന്നിൽ നിന്നും 12 റോക്കറ്റുകൾ പരീക്ഷിച്ചതായി DRDO പ്രസ്താവനയിൽ പറയുന്നുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിലുള്ള പ്രതിരോധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പരീക്ഷണം വിജയം ആക്കം കൂട്ടും. അമേരിക്കയുടെ ഹിമാസ് സംവിധാനത്തിന് തുല്യമായി കണക്കാക്കപ്പെടുന്ന പിനാക്ക സംവിധാനം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാന പ്രതിരോധ കയറ്റുമതിയിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. സംഘർഷബാധിതമായ അർമേനിയയാണ് പിനാക്ക സംവിധാനം വാങ്ങാൻ ആദ്യം ഓർഡർ നൽകിയത്. ഇപ്പോൾ ഫ്രാൻസും തങ്ങളുടെ സൈന്യത്തിന്റെ പീരങ്കി വിഭാഗത്തെ ശക്തിപ്പെടുത്താൻ നൂതന റോക്കറ്റ് സംവിധാനത്തിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ അടുത്ത ആഴ്ചകളിൽ സിസ്റ്റം പരീക്ഷിക്കാൻ ഫ്രാൻസ് തീരുമാനിച്ചതായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞു. പരമശിവന്റെ വില്ലിന്റെ പേരാണ് ഈ റോക്കറ്റ് സിസ്റ്റത്തിന് നൽകിയിരിക്കുന്നത്. റഷ്യൻ ഗ്രാഡ് BM-21 റോക്കറ്റ് ലോഞ്ചറിന് പകരമായിട്ടാണ് പിനാക്ക റോക്കറ്റ് സിസ്റ്റം വിന്യസിച്ചത്. 1999 കാർഗിൽ യുദ്ധത്തിലാണ് ഇത് ആദ്യമായി വിന്യസിക്കപ്പെട്ടത്. യുദ്ധസമയത്ത് തന്ത്രപ്രധാനമായ ഉയരങ്ങളിലേക്കുള്ള പാകിസ്ഥാൻ പൊസിഷനുകൾ തകർക്കുന്നതിൽ പിനാക്ക സംവിധാനം നിർണായക പങ്കാണ് വഹിച്ചത്. മൾട്ടി ബാരൽ റോക്കറ്റ് സിസ്റ്റത്തിൽ 6 റോക്കറ്റുകൾ വീതമുള്ള 2 പോഡുകളുണ്ട്. 44 സെക്കൻഡിനുള്ളിൽ 12 റോക്കറ്റുകളും തൊടുത്തുവിടാൻ കഴിയും വിധമാണ് ഇതിലെ സാങ്കേതിക വിദ്യ. ലക്ഷ്യമിട്ടിരിക്കുന്ന 700x500 പ്രദേശം നിർവീര്യമാക്കാനും ഇതിന് കഴിയും. 60 കിലോമീറ്റർ ദൂരത്തുള്ള ലക്ഷ്യസ്ഥാനം തകർക്കാൻ ശേഷിയുള്ള അത്യാധുനിക പിനാക്ക MK-11 റോക്കറ്റും പരീക്ഷണത്തിന്റെ ഭാഗമായി മാറി. പിനാക്ക സംവിധാനത്തിന്റെ നിലവിലെ പതിപ്പ് ഒരു ഗൈഡഡ് ആണ്. ചൈനയുടെ ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ് സംവിധാനങ്ങളെ പ്രതിരോധിക്കുന്നതിനായി 120 കിലോമീറ്റർ, 150 കിലോമീറ്റർ, 200 കിലോമീറ്റർ എന്നിവയിൽ കൂടുതൽ ദൂരപരിധിയിലുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കാൻ ശേഷിയുള്ള ഗൈഡഡ് പിനാക്ക സംവിധാനം വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ DRDO. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.